A factory requires 42 machines to produce a given number of articles in 63 days. അപ്പോൾ 63 ഡേയ്സിൽ ഗിവൺ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഫാക്ടറിക്ക് 42 മെഷീൻസ് ആവശ്യമായിട്ടുണ്ട് അല്ലേ. ഗിവൺ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ 63 ഡേയ്സ് കൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 42 മെഷീൻസ് അവർക്ക് ആവശ്യമാണ്. അപ്പോൾ ഹൗ മെനി മെഷീൻസ് വുഡ് ബി റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദ സെയിം നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ഇൻ 54 ഡേയ്സ്. അപ്പോൾ അത്രയും ആർട്ടിക്കിൾസ് തന്നെ 54 ഡേയ്സ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര മെഷീൻസ് വേണമെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ആ മെഷീൻ്റെ നമ്പറിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. സപ്പോസ് ദാറ്റ് X machines would be required. നമുക്ക് ടേബിൾ വരയ്ക്കാം. നമ്പർ ഓഫ് മെഷീൻസ്, നമ്പർ ഓഫ് ഡേയ്സ്. ഇപ്പോൾ നമ്പർ ഓഫ് മെഷീൻസ് 42 ആണെങ്കിൽ ഇവിടെ 63 ഡേയ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? 54 ഡേയ്സ് കൊണ്ട് സെയിം നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര മെഷീൻ വേണം? അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. നമ്പർ ഓഫ് ഡേയ്സ് 54. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് എന്ത് ചെയ്യുകയാണ്? നമ്പർ ഓഫ് ഡേയ്സ് ഇവിടെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 63ൽ നിന്ന് 54 ആയി. അപ്പം 63 ഡേ കൊണ്ട് 42 മെഷീൻസ് വേണമെങ്കിൽ 54 ഡേ കൊണ്ട് എന്ത് വേണം? സെയിം നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇതിൽ കൂടുതൽ മെഷീൻസ് നമുക്ക് വേണ്ടി വരും. എന്നാലേ 54 ഡേ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇത് ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ്. അതുകൊണ്ട് നമുക്ക് റിലേഷൻ എങ്ങനെ എഴുതാം? 42 ഇൻറ്റു 63, അതായത് x1 y1 ഈസ് ഈക്വൽ ടു x2 y2. അപ്പോൾ എക്സ് ഇൻറ്റു 54. ഇപ്പോൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണെങ്കിൽ നമ്മുടെ റിലേഷൻ x1 y1 ഈസ് ഈക്വൽ ടു x2 y2 ആണ്. ഇതിൽ നിന്ന് എക്സ് എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു 42 ഇൻറ്റു 63 ബൈ 54. ഇവിടെ നമുക്ക് 9 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഇവിടെ 6 വരും, ഇവിടെ 7 വരും. ഇവിടെ 6 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 7 വരും. 7 ഇൻറ്റു 6 42. അപ്പോൾ 7 ഇൻറ്റു 7 നമുക്ക് 49 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 49 എന്ന് കിട്ടി. അപ്പോൾ 54 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എത്ര മെഷീൻസ് വേണം? 49 മെഷീൻസ് ഫാക്ടറിക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഹെൻസ് 49 machines would be required. Next, 9th question. A car takes 2 hours to reach a destination by traveling at the speed of 60 km per hour. ഇപ്പോൾ ഒരു കാറ് 60 km/h സ്പീഡിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടി അത് 2 hours എടുക്കും. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് വെൻ ദ കാർ ട്രാവൽസ് അറ്റ് ദ സ്പീഡ് ഓഫ് 80 km/h? അപ്പോൾ ഇവിടെ 60 കിലോമീറ്ററിൽ നിന്ന് കാറിൻ്റെ സ്പീഡ് എത്രയായിട്ട് ഇൻക്രീസ് ചെയ്തു? 80 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? കുറേ കൂടെ നേരത്തെ നമ്മൾ എത്തും അല്ലേ. സ്പീഡ് കൂടുന്നതനുസരിച്ച് നമ്മൾ കുറെ കൂടെ ടൈം നേരത്തെ നമ്മൾ എത്തും. അപ്പോൾ ഇവിടെ 60 കിലോമീറ്റർ സ്പീഡിലായിരുന്നപ്പോൾ 2 hours-ലെത്തി. അപ്പോൾ 80 കിലോമീറ്റർ സ്പീഡ് ആക്കുമ്പോൾ അത് എന്ത് ചെയ്യും? 2 hours-നെക്കാട്ടിൽ നേരത്തെ എത്തും അല്ലേ. അപ്പം നമുക്കിവിടെ അവേഴ്സിനെ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? 80 കിലോമീറ്റർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എത്ര അവേഴ്സ് കൊണ്ട് എത്തുമെന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. ലെറ്റ് it take x hours. അപ്പോൾ ഇവിടെ സ്പീഡ്, പിന്നെ അടുത്ത എന്താണ്? നമ്പർ ഓഫ്
അവേഴ്സ്. സ്പീഡ് നമുക്ക് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന സ്പീഡ് 60 കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ 2 അവേഴ്സ് കൊണ്ടെത്തും. അത് 80 കിലോമീറ്റർ പെർ അവർ ആയാൽ എത്ര അവേഴ്സ് കൊണ്ടെത്തുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനെയാണ് നമ്മളിവിടെ എക്സ് എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്പർ ഓഫ് അവേഴ്സ് എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ഡിക്രീസ് ചെയ്യും അല്ലേ? സ്പീഡ് കൂടുന്നതനുസരിച്ച് നമ്മൾ എത്താൻ എടുക്കുന്ന സമയം കുറഞ്ഞു കുറഞ്ഞു വരും. അതുകൊണ്ട് ഇതെന്താണ്? ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ്. അപ്പം നമുക്ക് എന്തെഴുതാം? x1 y1. സോ 60 × 2 ഈസ് ഈക്വൽ ടു 80 × x. ഇതിൽ നിന്ന് x നമുക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ്. 60 × 2/80. കട്ട് ചെയ്താൽ 2 വെച്ച് കട്ട് ചെയ്താൽ 4. ഇനി വീണ്ടും കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഇവിടെ 2 വരും, ഇവിടെ 3 വരും. അപ്പോൾ 3/2 എന്ന് നമുക്ക് കിട്ടി. ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയാൽ 1/2 അവേഴ്സ് എന്ന് നമുക്ക് കിട്ടും. അതായത് 1 അവറും 1.5 അവർ എടുക്കും അല്ലേ? 1 അവറും 30 മിനിറ്റും കൊണ്ട് എന്ത് ചെയ്യും? കാറ് അവിടെ എത്തും. നമുക്ക് എന്തെഴുതാം? Thus 1.5 hours would be taken.